മരുന്നുകൾ വാങ്ങിയതിന്റെ പണം ആവശ്യപ്പെട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികളുടെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ പ്രതിസന്ധിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. KMSCL MD ഡോക്ടർ വിനയ് ഗോയലാണ് കത്ത് നൽകിയത്. ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കാതെ വന്നതോടെയാണ് ചീഫ് സെക്രട്ടറിയെ സമീപിച്ചിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, മരുന്നുകൾ വാങ്ങിയതിന്റെ പണമാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരുന്ന് കമ്പനികളുടെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ തുടർന്ന് വലിയ പ്രതിസന്ധിയാകും എന്നാണ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ബന്ധപ്പെട്ട വിവരങ്ങൾ. മരുന്ന് വാങ്ങിയ ഇനത്തിൽ കോടികളാണ് ഈ കുടിശ്ശികയായിട്ട് നിലവിൽ ഉള്ളത്. ഈ മരുന്നുക്ഷാമം സംബന്ധിച്ചുള്ള വാർത്ത തുടർച്ചയായി ജനം TV നൽകിയിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും KMCL നിർദ്ദേശം നൽകുകയും സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലേക്കും മരുന്ന് എത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊരു 116 കോടി രൂപ അനുവദിച്ചിരുന്നു. പക്ഷേ ഇനിയും കോടികളാണ് ഈ മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. നിലവിൽ ഇപ്പോൾ 500 കോടിയോളം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. ധനവകുപ്പിനോട് പലതവണ പണം ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ പണം നൽകാത്തതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം. പലതവണ KMCL സർക്കാരിന് കത്ത് നൽകുന്നു, ധനവകുപ്പിന് കത്ത് നൽകുന്നു, ആരോഗ്യ വകുപ്പിന് കത്ത് നൽകുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് MD ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഈ പണം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ സാഹചര്യം വലിയ രീതിയിൽ ഗുരുതരമാകും എന്നുള്ളതാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ മരുന്ന് ക്ഷാമം അനുഭവപ്പെടും. കാരണം ഇപ്പോൾ നിലവിൽ തന്ന മരുന്നുകളുടെ കുടിശ്ശിക തുക കമ്പനികൾക്ക് നൽകാതെ അവർ വീണ്ടും ഇനി മരുന്ന് സപ്ലൈ ചെയ്യില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതോടുകൂടി ഈ മരുന്ന് ആശുപത്രികളിലേക്കൊക്കെ എത്താത്തൊരു സാഹചര്യം ഉണ്ടാകും. ജനം TV തുടർച്ചയായി വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി യോഗം ചേർന്ന് ഈ ആശുപത്രികളിലൊക്കെ തന്നെ മരുന്ന് താൽക്കാലികമായി എത്തിച്ചത്. അത് പണം നൽകാതെയാണ്. ഒരു 116 കോടി രൂപ മാത്രം നൽകിയാണ് ഈ മരുന്നുകൾ ഇവിടേക്കെല്ലാം എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ പണം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. മരുന്നുകളൊന്നും തന്നെ വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. രോഗികളുടെ എണ്ണം തന്നെ 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അവർ പല പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കെല്ലാം തന്നെ മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ രോഗങ്ങൾ വന്നതിന് ശേഷമല്ല മരുന്ന് എത്തിക്കേണ്ടത്, മുൻകൂട്ടി തന്നെ. ഏതാണ്ട് ആശുപത്രികളിൽ 60% മരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും അവിടേക്ക് അത് റീസ്റ്റോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏതായാലും ജനം TVയുടെ വാർത്തയുടെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാ ആശുപത്രികളിലും താൽക്കാലികമായിട്ട് മരുന്ന് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉടൻ തന്നെ ഇതിലൊരു കൃത്യമായി പണം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക്, കടുത്ത മരുന്ന് ക്ഷാമത്തിലേക്ക് സംസ്ഥാനം നീങ്ങും എന്നുള്ളതാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരിക്കുന്നത്. ധനവകുപ്പ് ഈ പണം നൽകാനില്ല. അതായത് സംസ്ഥാനത്തെ പൊതുവിലുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ധനവകുപ്പിന് ഈ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക നൽകാൻ പോലും പണമില്ല. KSRTC ജീവനക്കാരുടെ ശമ്പളം നൽകാൻ പണമില്ല. സപ്ലൈകോ ഇത്തരത്തിൽ മറ്റ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പദ്ധതികളൊക്കെ മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ അത്രത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത്. അത് സർക്കാരിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ട് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.